അമൃത കോളേജിൽ ഒക്ടോബർ മാസത്തിൽ ഞാൻ ഈ വിവരം പറഞ്ഞു. ഇവളുടെ തൊട്ടടുത്ത ക്യാബിനിലിരിക്കുന്ന ജുഹൈന എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയും സോംബിത്ത് സുവം എന്ന് പറയുന്ന 2 ആൺകുട്ടികളും ചന്ദനു ഭൗമിക് എന്ന് പറയുന്ന ഇവളുടെ ഗൈഡും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രീതം വിശ്വാസ് എന്ന് പറയുന്ന അയാളെ ഇവളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. വെറും 2 മാസം ആഗസ്റ്റിൽ വന്ന് അവൻ ഒക്ടോബർ ആയപ്പോഴേക്കും എൻ്റെ കുട്ടിയെ ബ്രെയിൻ കെടുത്തിവിട്ടിരുന്നു. കാരണം അവൻ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച് അവളുടെ ജ്യൂസിലോ മറ്റോ മയക്കുമരുന്നിട്ട് കൊടുത്തുകൊണ്ട് അവളെ അത് കുടിപ്പിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിലും കഴുത്തിലും കണ്ട അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അവളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അമൃത കോളേജിൽ പോയി പറയുകയും മറ്റും ചെയ്തപ്പോൾ ഗൈഡ് ചന്ദനു ഭൗമിക് എന്ന് പറയുന്ന ഗൈഡ് വളരെ ശക്തമായി എന്നെ ഭ്രാന്താണ്, അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, പിന്നെ അതാണ് ഇതാണ് എന്ന് എല്ലാവരും അമൃത കോളേജിലെ എല്ലാവരും അനന്തലക്ഷ്മിയോട് വന്ന് പറഞ്ഞു എന്നാണ് അനന്തലക്ഷ്മി എന്നോട് പറയുന്നത്. അമൃത കോളേജിലെ ടീച്ചേഴ്സ് മുഴുവനും നിൻ്റെ അമ്മയ്ക്ക് മാനസിക പ്രശ്നമുണ്ട്, അവരെ കൗൺസിലിങ്ങിൽ കൊണ്ടുപോകണം എന്നാണ് സെക്യൂരിറ്റി സ്റ്റാഫും പിന്നെ മറ്റുള്ള അഡ്മിൻ ആൾക്കാരും അതുപോലെ ചന്ദനു ഭൗമിക്കുമൊക്കെ പറഞ്ഞതെന്നാണ് അനന്തലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല. എന്തിനാണ് അവരെങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. ഒരു പ്രീതം വിശ്വാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ അമിതമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ചുണ്ടിലും കഴുത്തിലും അടയാളങ്ങൾ വീണത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ക്യാമ്പസ് അപ്രോച്ച് ചെയ്യുകയും അവളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അവളുടെ ചിന്താശക്തി ഇല്ലാതാവുകയും മെമ്മറി പവർ നഷ്ടമാവുകയും ആരോ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് തത്ത പറയുന്നത് പോലെ ഇവിടെ വന്ന് പറയുകയും വേണമെന്ന് തന്നെ വീട്ടിൽ നിന്ന് വിളകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുട്ടി മാറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്റ്റുഡൻസ് അഫെയറിൽ ചെന്നു. അവർ വേണ്ടപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്തു. മുരളി എന്ന് പറയുന്ന സാറിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ ധരിപ്പിച്ചു. പക്ഷേ വേണ്ട രീതിയിൽ അവരത് കൈകാര്യം ചെയ്തു എന്നെനിക്ക്, കാരണം പ്രീതം പറഞ്ഞു അവനെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കില്ല, അത്രത്തോളം ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടെന്നാണ് പ്രീതം വിശ്വാസ് പറഞ്ഞത്. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ പയ്യൻ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിയാണ്. ഈ ക്യാമ്പസിലുള്ള മിക്കവാറും പെൺകുട്ടികളെ ഇതുപോലെ മയക്കുമരുന്ന് അവരറിയാതെ തന്നെ കൊടുത്ത് അവരെ ബ്രെയിൻ വാഷ് ചെയ്യും. അവൻ ആ മരുന്ന് കൊണ്ട് ഇറങ്ങിയിരിക്കുക. അവരറിയാതെ അത് കെമിസ്ട്രിയാണ് അവൻ്റെ മെയിൻ. കെമിസ്ട്രി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അവന് കഴിവില്ല. സീരിയസ് ആയിട്ട് ഒരു PhD ചെയ്യാൻ കഴിവില്ലാത്തവൻ പിന്നെ എന്തിനാണ് ഇവിടെ PhD ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്? അവൻ ആ കഴിവില്ല. അവൻ പറഞ്ഞ സബ്ജക്റ്റിൽ അവന് ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവന് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി അവനെ പിന്നെ വേറെ ഒരു ഗൈഡിനെ ചെന്നവൻ പിടിച്ചു. ഇന്ന് എൻ്റെ മകളിരിക്കുന്ന ക്യാബിന് തൊട്ട് മുകളിലിരിക്കുന്ന കെമിസ്ട്രി ലാബിൽ പെർമനൻ്റ് ആയിട്ട് പിന്നെ ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടും പിന്നെ മുഴുവൻ സമയം അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പയ്യന് ഇവളുമായിട്ട് ചുറ്റിക്കറങ്ങാൻ അധികാരികൾ കാണാതെ അവിടെ ഇവനുമായിട്ട് മുഴുവൻ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഒന്നുകിൽ അവനെ അവിടെ നിലനിർത്തുക, ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരിക. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ടെർമിനേറ്റ് ചെയ്ത്, എനിക്ക് PhD അല്ല, എൻ്റെ മകളുടെ ജീവിതവും ജീവനുമാണ് എനിക്ക് ആവശ്യം. നിങ്ങളുടെ മഹാസ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്തത് വിശ്വസിച്ചതുകൊണ്ടാണ്. പക്ഷെ അവിടെ ഒരു പെൺകുട്ടിയുടെ ഭാവിയോ വെറും 4 മാസമോ 3 മാസമേ ഉള്ളൂ അവൾക്ക് ഇനി അല്ലെങ്കിൽ 6 മാസമേ ഉള്ളൂ കഴിയാൻ, 2.5 വർഷം ചിലവഴിച്ചു. അത് നിങ്ങൾക്ക് വിലയില്ല എന്നുണ്ടെങ്കിൽ ആഗസ്റ്റിൽ അഡ്മിഷൻ കൊടുത്ത് ക്വാളിഫൈഡ് ആവാത്ത PhDക്കെന്നും പറഞ്ഞുകൊണ്ട് ആ ക്യാമ്പസിൽ വന്നു ചേർന്ന പ്രീതം വിശ്വാസം എന്ന് പറയുന്ന പയ്യനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഇരുത്തി അവൻ്റെ ഇൻഫ്ലുവൻസിലും അവൻ കൊടുത്ത മയക്കുമരുന്നിലും ജുഹൈന എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് PhD ചെയ്യാൻ വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുന്ന മുസ്ലിം പെൺകുട്ടിയുടെ ബ്രെയിൻ വാഷും അവൾ എൻ്റെ അടുത്ത്, ഈ ജുഹൈന എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി. കാരണം ഈ ജിഹാദികൾ എന്ന് പറയുന്നത് ജിഹാദികളുടെ ലിസ്റ്റിലുള്ള കുട്ടിയാണ് എൻ്റെ അനന്തലക്ഷ്മി.
SRM പഠിക്കുമ്പോഴേ, ചെന്നൈ SRM പഠിക്കുമ്പോഴേ ഒരു പയ്യനെ വിട്ട് അവളുടെ അച്ചീവ്മെൻറ്റിൻ്റെ സമയത്ത്, അപ്പോൾ ആ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണക്ഷനിലുള്ള ഇവരെവിടെയാണെങ്കിലും അവിടെയുള്ള ആൾക്കാരാണ് പിന്നെ ഇവരെ ഹാൻഡിൽ ചെയ്യുക. സ്നേഹം നടിച്ചും സഹകരണം നടിച്ചും സൽബുദ്ധി ഉപദേശിക്കുന്നതായിട്ട് നടിച്ചും അവരെ വലിയ വ്യക്തികളാക്കി കൂടെ ചേർന്ന് നിൽക്കുന്ന നടിച്ചും ഇവരെ തകർക്കുക എന്നുള്ള മിഷനോടുകൂടി നമ്മുടെ കൂടെ നിൽക്കുകയോ നമ്മുടെ കൂടെ പഠിക്കുകയോ അല്ലെങ്കിൽ കൂടെ ഗൈഡോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ ആരുമായിരിക്കും, അത് ഹിന്ദു ആയിരിക്കും, ക്രിസ്ത്യാനി ആയിരിക്കും, മുസ്ലിം ആയിരിക്കും, പിന്നെ അവർ പൈസ കൊടുത്താണ് ഇങ്ങനെ വിടുന്നത്. അങ്ങനെ ഉള്ള ഒരു ഗുമ്പലിലാണ് പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി വേറൊരു കാര്യം, അമൃത കോളേജിൽ സ്റ്റുഡൻസ് അഫെയറിലിരിക്കുന്ന ഒരു മിസ്റ്റർ നായർ എന്ന പ്രശാന്ത് നായരോ അങ്ങനെ ഒരു മനുഷ്യൻ ഇന്നലെ അവളെ വിളിച്ച് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് എന്തൊക്കെയോ അവരുടെ പോസിറ്റീവായിട്ട് വരുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നെ വിളിച്ച് പറഞ്ഞെന്തോന്നറിയാമോ? ഏതെങ്കിലും ടീച്ചേഴ്സ് പറയുന്നതാണോ, നിങ്ങളുടെ മകനായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ 18 വയസ്സാവുന്നതിന് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്തേനെന്ന്. അവിടുത്തെ ഡീൻ എന്നോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയാമോ? ഇതെല്ലാം സെക്സിൽ വരുന്ന കാര്യങ്ങളാണ്. ആക്ച്വലി അവരുടെ ഈ ഒരു മാതാവിനെ പോലും അവർ വേറെ രീതിയിൽ കാണുന്നു. ഒരു കുഞ്ഞിനെ അണച്ചു പിടിക്കുക, അല്ലെങ്കിൽ അവളുടെ ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ അവളെ കഥ പറഞ്ഞ് വളർത്തുക. 1 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെ അവളെ മോറലായിട്ടും ഇതുമായിട്ടും വളർത്തിക്കൊണ്ടുവന്ന ഞാൻ, അവളെ ഒരു നല്ല പൗരനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒരു മഹാദുഷ്ടയാണെന്നും അവരെ സഹിച്ച ഈ കുട്ടിക്ക് സല്യൂട്ട് ഞങ്ങൾ കൊടുത്തു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ 18 വയസ്സിൽ ഞങ്ങൾ ആത്മഹത്യ. അപ്പോൾ ഒരു കുട്ടിയെ ആത്മഹത്യക്ക് തൂണ്ടി വിടുന്ന ആൾക്കാരെയാണോ നിങ്ങൾ സ്റ്റുഡൻസ് വെൽഫെയർ കൗൺസിലിങ്ങിനായിട്ട് ഇരുത്തേണ്ടത്? അപ്പോൾ അമൃത കോളേജ് പ്രീതം വിശ്വാസം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ശന്തനു ഭൗമിക് എന്നൊക്കെ പറയുന്ന ജിഹാദികൾക്ക് കൂട്ടു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു പെൺകുട്ടി, വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഫ്യൂച്ചറുള്ള ഒരു ആളിൻ്റെ ജീവിതം തകർക്കാൻ പണമാണ് എല്ലാത്തിനെയും വലുത്. ഇന്ത്യക്ക്, ഭാരതത്തിന് വാഗ്ദാനമായിട്ട് വളർന്നു വരുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ ബുദ്ധിയും കെടുത്തി, ജീവിതവും കെടുത്തി, ജീവനും കെടുത്താൻ കൂട്ടു നിൽക്കുകയാണ് അമൃത സ്ഥാപനം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിന് അമൃത സ്ഥാപനം ഒന്നുകിൽ എൻ്റെ മകളെ അവിടെ PhD കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കണം. അത് എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ അമ്മയുടെ അതായത് വീട്ടിലുള്ളവരാണല്ലോ ഒരു കുഞ്ഞിൻ്റെ പ്രൊട്ടക്ഷൻ. നിങ്ങൾ ജീവിതകാലം മൊത്തം പ്രൊട്ടക്ഷൻ കൊടുക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങളെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഞങ്ങളുടെ കൺവെട്ടത്ത് അവൾ PhD ചെയ്യട്ടെ. ഞങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ അകത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവൾ ചെയ്യുന്ന അവളുടെ ലാബിനകത്തോ അവളുടെ മറ്റുള്ള അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്തോ ഒരു ശല്യവും ചെയ്യാതെ ഞങ്ങൾ വെളിയിൽ, ഞാൻ ആ ഗ്രൗണ്ടിലോ എൻ്റെ കൺവെട്ടത്ത് ആ മകളുണ്ടെങ്കിൽ എൻ്റെ കൺവെട്ടത്തുനിന്ന് മാറ്റുക, ഈ ക്യാമ്പസിൽ എന്നെ വരാതാക്കുക, PhD തീസിസ് സബ്മിറ്റ് ചെയ്ത ഉടനെ ഇവളെ ഇവിടുന്ന് കടത്തുക എന്ന 3 കാര്യങ്ങളാണ് അവരുടെ തീരുമാനം. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശന്തനു ഭൗമിക് എന്ന് പറയുന്ന ഗൈഡും, ആ ശന്തനു ഭൗമിക് എന്ന് പറയുന്ന ഗൈഡിൻ്റെ കോണ്ടാക്ട്സ് നിങ്ങൾ പരിശോധിക്കണം. ഇന്ത്യയുടെ ആ മനുഷ്യൻ്റെ ഭയങ്കര പേട്രിയോട്ടിസവും ഹിന്ദുയിസവും ഒക്കെയാണ് വളരെ സംസാരമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ മുഴുവൻ ഇതിന് എതിരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് വളർന്നു വരുന്ന സയൻറ്റിസ്റ്റിനെയോ അങ്ങനെയൊക്കെ ഇത് അറിഞ്ഞിട്ട് പോലും ഇതിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് ശന്തനു ഭൗമിക് ചെയ്തത്. ആ കുട്ടിയെ ഈ വിശ്വാസിനെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളെ മെൻ്റലി ഹരാസ് ചെയ്തു. 24 മണിക്കൂറും അയാൾക്ക് അക്സസ് ആവാൻ വേണ്ടിയിട്ട് ക്യാമ്പസിനകത്തേക്ക് ഭീഷണിപ്പെടുത്തി ഇത് ചെയ്തു. അത് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് ശന്തനു ഭൗമിക്, ഒന്ന് പ്രീതം വിശ്വാസ്, ഒന്ന് ജുഹൈന, ഒന്ന് സോംബിത്ത്, ഒന്ന് സുവം. അപ്പം ഇത്രയും പേര്, അവരിൽ നിന്നും നിങ്ങൾ ഈ സ്ഥാപനം വേറെ ആരെയും പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നില്ല. ശാന്തമായിട്ട് ഈ കുഞ്ഞിൻ്റെ പഠനം പൂർത്തിയാക്കി വെളിയിലിറങ്ങണമെങ്കിൽ ഈ ആരെയും പിരിച്ചുവിടണ്ട. ഒരു കാര്യം ഒന്നുകിൽ ചെയ്യുക, ഗാർഡിയൻ വീട്ടിലുള്ള ആരെങ്കിലും അവളെ സ്ഥാപനത്തിൽ കൊണ്ടാക്കും. അവളുടെ ഞങ്ങളുടെ കൺവെട്ടത്തിൽ ആ കുട്ടി ഇരിക്കണം. ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഞാൻ വരും അമ്മ എന്നുള്ള നിലയിൽ. പക്ഷേ ആ കുട്ടി
പ്രീതം വിശ്വാസം എന്ന് പറയുന്ന അവനെ ഇരുത്തിയിരിക്കുന്ന അവളുടെ മുഖത്ത് ഒരു ഇച്ചിരി കെമിക്കൽ ആസിഡ് കോരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് ഉത്തരവാദിത്തം പറയുമോ? അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ ബിൽഡിങ്ങിലാണ് അവൻ്റെ വാസം. ഈ ബിൽഡിങ്ങിലാണ് ഈ ശന്തനു ഭൗമിക്ക് അവനെ പിന്നെ കെമിസ്ട്രിയുടെ അസിസ്റ്റൻ്റായിട്ട് ഇട്ടിരിക്കുന്നത്. അവളുടെ ക്യാബിനിൽ വരാനോ അവളുടെ പിന്നെ ഏത് മറവിലും മുക്കിലും മൂലയിലും ഇരുന്ന് എന്ത് ചെയ്യാനും എല്ലാവർക്കും അറിയാം. ഇന്ന് ക്യാമ്പസിലെ ഫേമസ് ആണ്, ക്യാമ്പസിലെ എല്ലാവർക്കും അറിയാം. വെസ്റ്റ് ബംഗാളിയായ ഇന്നലെ വന്ന 3 വർഷം കൊണ്ട് പഠിക്കുന്ന അനന്തലക്ഷ്മിയെ ജിഹാദിയാക്കാനോ ജീവിതം തെറിപ്പിക്കാനോ മയക്കുമരുന്ന് ഇതാക്കാനോ അമ്മയിൽ നിന്ന് വേർതിരിക്കാനോ ഇവർ ഇന്ന് ഫുൾ ടൈം ആ ക്യാമ്പസിലായി കഴിഞ്ഞാൽ ഇവളുടെ ഗതി എന്താണ്? പ്രീതം വിശ്വാസിന് 24 മണിക്കൂറോളം അക്സസിബിളാണ്. എല്ലായിടത്തും CCTV ക്യാമറയില്ല. മുക്കിലും മൂലയിലും ഈ ലാബിൽ അകത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? അതിൻ്റെ അകത്ത് CCTV ക്യാമറയില്ല. പിന്നെ ഗൈഡിൻ്റെ ഇതിൽ CCTV ക്യാമറയില്ല. ഇതൊക്കെ ഇതിരിക്കുകയാണ്, അക്സസിബിൾ അല്ല. എപ്പോഴും കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ മാറി വന്ന ലോകത്തിൽ വൈറ്റ് കോളർ ടെററിസം ഉള്ള ഈ സമയത്ത് പിന്നെ ഇതുപോലുള്ളൊരു മഹാസ്ഥാപനങ്ങൾ എല്ലായിടത്തും CCTV ക്യാമറകൾ അക്സസിബിൾ ആക്കുന്നത് വരെയെങ്കിലും ഇവളുടെ പഠനം കഴിയുന്നവരെങ്കിലും പിന്നെ ഗാർഡിയനായ ഞാനോ അല്ലെങ്കിൽ അവളുടെ അച്ഛനോ അങ്ങനെയുള്ള ഒന്നിൽ മാതാവ് ഇല്ലെങ്കിൽ പിതാവ് അവള് പിന്നെ അവളുടെ ഹാങ്ങറിൽ പോകട്ടെ. അവിടെ ഞങ്ങളാരും തള്ളിക്കയറി വരുന്നില്ല. ഇന്നലെ മഹാദേവൻ സാർ പറഞ്ഞു അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വിടണമെന്ന്. തനിയെ അവളെ വിടണം, തനിയെ അവൾ വരട്ടെ, തനിയെ അവൾ പോകട്ടെ. അവൾ 27 വയസ്സായി. 27 വയസ്സായെന്ന് ഞങ്ങൾക്കും അറിയാം, വളർത്തിയത് ഞങ്ങളാ. പക്ഷേ ആ കുട്ടിക്ക് എന്തൊക്കെ അവളുടെ പോസിറ്റീവ്, എന്തൊക്കെ അവളുടെ നെഗറ്റീവ്, വളർത്തിയത് ഞങ്ങളാണ്. അതുകൊണ്ട് 27 വയസ്സായെന്നും പറഞ്ഞുകൊണ്ട് സിംഗിളാവ് വിളിച്ച് നിങ്ങളവളെ വീട്ടിൽ നിന്ന് അകറ്റി, മാതാവിൽ നിന്ന് അകറ്റി എന്ത് കാര്യമാണ് സാധിക്കാൻ പോകുന്നത്? ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന മഹത്തായിട്ടുള്ള ഒരു പല സയൻറ്റിസ്റ്റുകളെയും ഇതുപോലെ അകപ്പെടുത്തി കൊല്ലുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു യങ് സയൻറ്റിസ്റ്റിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അവൾക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഞങ്ങൾ സല്യൂട്ട് ചെയ്യും, ഞങ്ങൾ പബ്ലിക്ക്. അതാണ് അമൃത കോളേജ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അവൾക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞാൻ SPG അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവൾക്ക് പ്രൊട്ടക്ഷൻ ജിഹാദികളുടെ ലിസ്റ്റിലുള്ള കൊച്ചായി ഇവള്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൻ്റെ അകത്ത് വരെ ഞങ്ങൾ അവളുടെ ജീവന് ഇത് ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാനിടയായത്. അതുകൊണ്ട് മഹത്തായ അമൃത യൂണിവേഴ്സിറ്റിയിലെ ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ, ഇതിന് നിങ്ങൾക്ക് പ്രീതം വിശ്വാസിനെയും ഒന്നും നിലയ്ക്ക് നിർത്താനോ വെളിയിൽ ചാടിക്കാനോ പറ്റില്ല എന്ന് അവർ തന്നെ പറയുന്നു. നിങ്ങൾ ഞൊട്ടും എന്നാണ് പറയുന്നത്. പ്രീതം വിശ്വാസിനെ നിങ്ങൾ തൊടില്ല എന്നാണ് അവൻ പറയുന്നത്. കാരണം അവൻ വോട്ട് കൊടുക്കും. പല ആൾക്കാരും, പല അധികാരത്തിലിരിക്കുന്ന ആൾക്കാരും കുടുങ്ങും എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡിഗ്നിറ്റി വേണ്ടേ, റെക്കഗ്നേഷൻ വേണ്ടേ? എത്രയോ സ്റ്റാഫും ഇവരൊക്കെ വരുന്നു പോകുന്ന ഒരു ഞാൻ ഇപ്പം ശിവനേന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് SRM തന്ന പെർമിഷനും അതാണ്. അന്ന് ജിഹാദിയുടെ ലിസ്റ്റിൽ ഈ കൊച്ച് വന്നപ്പോഴേ പൊട്ടും കുറിയിടുന്നതാ കാരണം. ഒരു വളർന്നു വരുന്ന ഫ്യൂച്ചറുള്ള സയൻറ്റിസ്റ്റ് ആയതാണ് കാരണം. ദയവ് ചെയ്ത് ഒന്നുകിൽ സ്ഥാപനം ഇങ്ങനെ ചെയ്യുക. അവളുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് എനിക്കും അവൾക്കും അക്സസിബിൾ ആവുന്ന തരത്തിലൊരു കോമൺ പാസ്വേഡ് ഇടാൻ ഞാൻ പറഞ്ഞു. അത് ചെയ്യുന്നില്ല. ഇന്നലെ പറഞ്ഞു വിട്ടിരിക്കുന്നു അവളുടെ മർമ്മസ്ഥാനത്ത്, എൻ്റെ അമ്മയുടെ മർമ്മസ്ഥാനത്ത് മുട്ടുകാൽ കയറ്റിയിട്ട് ഇറങ്ങി വാ അനന്തലക്ഷ്മിന്ന്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ വന്നു എൻ്റെ നാഭിപ്പാട്ടിന്, എൻ്റെ അടിവയറിന്, അതായത് എൻ്റെ യൂറിൻ പാസ് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ അവൾ മുട്ടുകാൽ കയറ്റി ഒരു കീച്ച്. ഞാൻ തറയിൽ വീണു, തറയിൽ തലയിടിച്ചു. എന്താ കാര്യം? ഞാൻ ഇവളുടെ വ്യഗ്രത അറിയാൻ വേണ്ടി 2 മിനിറ്റ് മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ